കേരള സർവകലാശാല രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മിനി കാപ്പൻ പദവി ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് വിസിക്ക് കത്ത് നൽകിയിരിക്കുന്നു. മിനി കാപ്പൻ ഇപ്പോൾ കത്ത് നൽകിയിരിക്കുകയാണ്. അതായത് മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകി കഴിഞ്ഞ ദിവസം വിസി ഉത്തരവ് ഇറക്കിയിരുന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്തായാലും ഒഴിവാക്കി തരണമെന്ന് മിനി കാപ്പൻ ഇപ്പോൾ പറയുകയാണ്. ഗോപാൽ ചേരുന്നു വിശദാംശങ്ങളുമായി. ഗോപാൽ, മിനി കാപ്പൻ കത്തയച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലേ? അതെ റോഷ്നി, മിനി കാപ്പൻ ഇപ്പോൾ ഈ വിവാദങ്ങൾക്കൊടുവിൽ ആദ്യമായി പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നു തന്റെ ഭാഗത്ത് നിന്ന് എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ വ്യക്തമാക്കേണ്ടത്. തന്നെ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം എന്നതാണ് വൈസ് ചാൻസലർക്ക് മിനി കാപ്പൻ നൽകിയിരിക്കുന്ന കത്തിൽ പറയുന്നത്. ഈ കത്തിൽ പറയുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കാൻ തനിക്ക് അതുകൊണ്ട് ചുമതലയിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മോഹൻ കുന്നുമലിൽ കത്തയക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ പി ഹരികുമാറിനെതിരെയുള്ള അച്ചടക്ക നടപടിയുടെ ഭാഗമായി മിനി കാപ്പനിലേക്ക് രജിസ്ട്രാറുടെ ചുമതല എത്തിച്ചേരുന്നത്. തുടർന്ന് ആ ചുമതല ഏറ്റതിന് പിന്നാലെ തന്നെ വലിയ തരത്തിലേക്കുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. കാരണം സിൻഡിക്കേറ്റിന്റെ അംഗീകാരമില്ലാതെ, സിൻഡിക്കേറ്റിന്റെ അനുമതി ഇല്ലാതെ ഇത്തരത്തിൽ ആരെങ്കിലും ചുമതല ഏറ്റുകഴിഞ്ഞാൽ അവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും അവർ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നും അടക്കം ഒരു ഭീഷണി സ്വഭാവത്തിലടക്കം സിൻഡിക്കേറ്റിന്റെ ഭാഗത്ത് മറുപടി വന്നിരുന്നു. തുടർന്ന് ഏറ്റവും അവസാനമായി രജിസ്ട്രാർ KS അനിൽകുമാർ വഴി അയച്ച ഫയലുകൾ തള്ളുകയും അതിനു പകരം മിനി കാപ്പൻ മുഖേന ഫയലുകൾ അയക്കാൻ VC ആവശ്യപ്പെടുകയും അതുവഴി അങ്ങനെ അയച്ച ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടി തന്നെ വലിയ തരത്തിലേക്കൊരു തർക്കം സർവകലാശാല ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. ആ തർക്കത്തിന്റെ പിന്നാലെയാണ് ഇത്തരത്തിൽ തനിക്ക് ഇത്തരം വിവാദങ്ങളുടെ പിന്നാലെ പായാൻ താല്പര്യമില്ല, തന്നെ അതുകൊണ്ട് ദയവായി ഈ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മിനി ഡിജോ കാപ്പൻ കത്ത് നൽകിയിരിക്കുന്നത്. പ്ലാനിംഗ് വിഭാഗത്തിന്റെ ജോയിന്റ് ഡയറക്ടറായിട്ട് ആണ് നിലവിൽ സർവകലാശാലയിൽ മിനി കാപ്പൻ ജോലി ചെയ്യുന്നത്. മിനി കാപ്പനെ രജിസ്ട്രാർ സ്ഥാനത്തേക്ക് ചുമതലപ്പെടുത്തിക്കൊണ്ട് വൈസ് ചാൻസലർ മോഹൻ കുന്നുമൽ ഉത്തരവിറക്കിയെങ്കിൽ പോലും ഇതുവരെയും ആ ചുമതലയിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ ഓഫീസിലെത്തി രജിസ്ട്രാർ കസേരയിൽ ഇരിക്കാനോ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാനോ മിനി കാപ്പന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ഭാഗത്തു നിന്നുള്ള രജിസ്ട്രാർ നടപടികളും മിനി കാപ്പനും രജിസ്ട്രാറുടേതായിട്ടുള്ള ചുമതലകൾ ഒന്നും നിർവഹിക്കാൻ കഴിയാതെ രജിസ്ട്രാർ സംവിധാനം തന്നെ സർവകലാശാലയിൽ തെറ്റിക്കിടക്കുകയായിരുന്നു. അത്തരത്തിൽ അഭിപ്രായ ഭിന്നതകൾക്കെതിരെ അധികാര വടംവലിക്കിടെ ഇത്തരത്തിൽ ഒരു നിർണായക തീരുമാനം, നിർണായക ആവശ്യം മിനി കാപ്പന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നുവെന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. അതിൽ വൈസ് ചാൻസലർ എന്ത് നിലപാടെടുക്കും, ആ കത്ത് അംഗീകരിക്കാൻ തയ്യാറാകുമോ അതോ അത് നിരസിക്കുകയാണോ, മറ്റാർക്കെങ്കിലും ഇത് അംഗീകരിച്ച ശേഷം ചുമതല നൽകുമോ എന്ന കാര്യമൊക്കെ വേണം ഇനി കണ്ടറിയാൻ. പക്ഷേ ഇനി ആർക്ക് ചുമതല നൽകും എന്നതിനൊക്കെ അപ്പുറത്ത് വിവാദങ്ങളിൽ താല്പര്യമില്ല എന്ന് മിനി കാപ്പൻ പറയുമ്പോഴും ഇത് VCയുടെ ഉത്തരവായിരുന്നല്ലോ, VC ഏൽപ്പിക്കുന്ന ഒരു ചുമതല അത് വേണ്ടെന്നല്ലേ മിനി കാപ്പൻ പറയുന്നത്? ഇതിപ്പോൾ പുതിയ വിവാദത്തിലേക്കല്ലേ പോവുക? VCയെ സംബന്ധിച്ച് VC ഇതിൽ എന്ത് പറയുമെന്നുള്ളത് നിർണായകമാണല്ലോ ഗോപാൽ. സംശയമൊന്നുമില്ല. കാരണം ഇതിൽ മിനി കാപ്പൻ ഈ വിഷയത്തിൽ ഇങ്ങനെ തീരുമാനമെടുക്കാൻ ഇന്നത്തെ സിൻഡിക്കേറ്റിന്റെ പ്രതികരണവും ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കാം. കാരണം രജിസ്ട്രാർ സ്ഥാനത്തേക്ക് നിയമിക്കേണ്ട അധികാരം ഉള്ള അതോറിറ്റി അത് സിൻഡിക്കേറ്റാണ്. ആ സിൻഡിക്കേറ്റിന്റെ അംഗീകാരമില്ലാതെ നിയമിക്കപ്പെട്ടാൽ ഇപ്പോൾ ഈ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് മോഹൻ കുന്നുമൽ പടിയിറങ്ങുകയോ അല്ലെങ്കിൽ ഈ വിവാദങ്ങൾ കെട്ടടങ്ങുകയോ ചെയ്താൽ അതിന്റെ ഭവിഷ്യത്ത്, അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ ഇത്തരത്തിൽ താൻ നേരിടേണ്ടി വരും എന്ന ഒരു ഭയം ഒരുപക്ഷെ മിനി കാപ്പന് ഉണ്ടാകാം. കാരണം സർവകലാശാലയിലെ സ്ഥിരം ജീവനക്കാരിയായ ഒരു വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല കൈകാര്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് കൂടുതൽ കടന്നാൽ അവരുടെ സർവീസ് കരിയറിനെ അടക്കം ബാധിക്കുന്ന തരത്തിലേക്ക് ഈ വിഷയങ്ങൾ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും വൈസ് ചാൻസലറുടേതായ ഉത്തരവ്, താൽക്കാലികമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഇത്തരത്തിൽ ഉത്തരവിറക്കാനും അത് അടിയന്തര ഘട്ടങ്ങളിൽ ആ ഉത്തരവ് നടപ്പിലാക്കാനും ഒക്കെയുള്ള അവകാശം വീശിക്കുണ്ട്. പക്ഷെ അത് അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെയുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ വൈസ് ചാൻസലർ നൽകിയ ചുമതല നിരസിക്കുമ്പോൾ അതിന്മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടോ അതോ മറ്റേതെങ്കിലും തരത്തിലേക്കുള്ള ഭയമാണോ അതോ സിൻഡിക്കേറ്റിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ? കാരണം സിൻഡിക്കേറ്റ് അംഗങ്ങൾ വൈകുന്നേരത്ത് ഉച്ചയ്ക്ക് മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് ഇത്തരത്തിലേക്കൊരു നടപടിയിലേക്ക് നിങ്ങൾ കടക്കരുത്, അത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായി ഭവിക്കും എന്ന് ഞങ്ങൾ മിനി കാപ്പനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അവഗണിച്ച് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ സിൻഡിക്കേറ്റിനെ എതിർക്കണമോ അതോ VC എതിർക്കണമോ അതോ അതിൽ നിന്നും എല്ലാം ഒഴിവായി ഈ വിഷയത്തിൽ തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും പറയാനായിട്ടില്ല, കണ്ടു തന്നെ അറിയണം.